കോഴിക്കോട്ടേക്ക് പോകാം. അവിടെയൊക്കെ ചിലയിടങ്ങളിൽ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയെന്നത് ആശ്വാസമാണ്. വീടുകളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. രാഹുൽ കെ ഉണ്ട്. രാഹുൽ, ഏതൊക്കെ ഭാഗത്താണ് വെള്ളമൊക്കെ ഇറങ്ങി അല്പം ഒന്ന് വീടുകളിലേക്ക് കയറാൻ പറ്റുന്ന സ്ഥിതിയുള്ളത്? രാഹുൽ, കേൾക്കാമോ? രാഹുൽ, ഇപ്പോൾ കാണുന്ന ഈങ്ങാപ്പുഴയിലെ ദൃശ്യങ്ങളൊക്കെയാണ്. രാഹുൽ ഇപ്പോൾ തന്നെ കോഴിക്കോട് എന്നുള്ള അവിടെ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി രാഹുൽ, കേൾക്കാമെങ്കിൽ പറയാം, എവിടെയാണ് വെള്ളമൊക്കെ ഇറങ്ങി വീടുകളിലേക്ക് തിരികെ വരാവുന്നൊരു സ്ഥിതി ആയത്? ഹലോ 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 ാണിപ്പോൾ വെള്ളമൊക്കെ ഇറക്കി ആളുകൾ വീട് വൃത്തിയാക്കി തുടങ്ങിയിരിക്കുന്നത്. ദിവിഷ്, പെരുമഴ പെയ്ത്ത് തുടരുകയാണ്. ഇതിനിടെ കുറച്ചൊരാശ്വാസം എന്ന് പറയുന്നത് ഈങ്ങാപ്പുഴ പയോണയിൽ വീടുകളിലും അതുപോലെ ജുമാ മസ്ജിദിലും കയറിയ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് തോടുള്ളത്. ആ തോട്ടിൽ നിന്നാണ് ഈ പള്ളിയിലേക്കും വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ തത്സമയം ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ജുമാ മസ്ജിദിനകത്ത് വെള്ളം കയറിയ സ്ഥലത്ത് ചെളിയൊക്കെ അടിച്ച് കയറിയിരുന്നു. അതൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഏകദേശം അരമണിക്കൂർ മുൻപാണ് വെള്ളം ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ളത്. രാത്രി മുതൽ തന്നെ നിർത്താതെ മഴ പെയ്യുകയായിരുന്നു. അതായത് ഈ മലയോര മേഖലയാണ്. മലമുകളിൽ പെയ്ത മഴയുടെ ഇമ്പാക്റ്റും കൂടിയാണ് നമുക്ക് ഈ ഈങ്ങാപ്പുഴയിലും ഈ പയോണ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലുമൊക്കെ കാണാനും കഴിഞ്ഞിട്ടുള്ളത്. വെള്ളം ഇറങ്ങിപ്പോയെങ്കിലും കെട്ടി നിൽക്കുന്ന കുറച്ച് വെള്ളം, ചെളിവെള്ളം കൂടി അതൊക്കെ കോരി കളയുക കൂടിയാണ്. വലിയ പ്രയാസമായി അല്ലേ മഴ? വലിയ പ്രയാസമായെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. എന്നാലും 2018-19 നമുക്ക് വെള്ളം കയറിയിട്ടുണ്ടെങ്കിലും ഇത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴ തുടർച്ചയായിട്ട് നിൽക്കാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ 11 മണി വരെ കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്തുകൊണ്ടിരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രയാസമാണ് ഇന്ന് ഇത്രയും കൂടുതൽ വെള്ളം കയറാനുണ്ടായ കാരണം. ഇവിടെ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ചില റോഡുകൾ ഇടിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കിവിടെ ചെറിയൊരു വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടെ നിസ്കാരം താഴെ ഇല്ലാത്തതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്നാലും വെള്ളം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഉസ്താദിൻ്റെ നമ്മൾ 2 റൂമുകളാണ് ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂമും ആകെ വൃത്തികേടായിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയാണ്. തൊട്ടടുത്ത വീടൊക്കെ നമ്മളെല്ലാവരും കൂടി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ മഴ ഇങ്ങനെ തുടരുന്നതൊരു ആശങ്കയിലാണ് ജനങ്ങൾ മൊത്തത്തിൽ. ചുരുക്കി പറഞ്ഞാൽ 18-ലെ പ്രളയത്തിൻ്റെ ഒരവസ്ഥയാണ്. അതേ അവസ്ഥ തന്നെയാണ് വീണ്ടും വരുന്നത്. അന്ന് ഇത്ര ഇല്ലായിരുന്നു. പ്രളയം വന്നെങ്കിൽ ഇത്ര കൂടുതലുണ്ടായിരുന്നു. അതിലും കൂടുതൽ ഇന്നലെയാണ് വെള്ളം വന്നത്. ഇന്ന് രാവിലെ, ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങിയ മഴയാണ്. എത്ര നേരം കൊണ്ടാണ് വെള്ളം കയറിയത്? വെള്ളം ഇവിടെ കയറുന്നത് ഒരു 2 മണിക്കൂർ കൊണ്ട് വെള്ളം കയറും. ഇവിടെ മഴ തുടർച്ചയായിട്ട് പെയ്ത് കഴിഞ്ഞാൽ മലയോര മേഖല ആയതുകൊണ്ട്. പിന്നെ ഇവിടുന്ന് വെള്ളം അരമണിക്കൂർ മഴ നമുക്ക് ഇല്ലാതായാൽ വെള്ളം അതേപോലെ വലിഞ്ഞു പോവുകയും ചെയ്യും. പക്ഷേ ഇത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നതാണ് നമ്മളെ ബുദ്ധിമുട്ടിലാക്കിയത്. വെള്ളം നിൽക്കാതെ പെയ്തുകൊണ്ട് ഇത് ജുമാ മസ്ജിദ് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിന് തൊട്ടടുത്ത് ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നതാണ്. അവിടെയൊക്കെ തന്നെ ആളുകൾ ഈ ചെളിയൊക്കെ പള്ളിയുടെ ഭാഗങ്ങളും വീടുകളും ഒക്കെ ആളുകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ഇതേ അവസ്ഥയാണ്. എന്തായാലും ഇനി മഴ പെയ്യാതിരുന്നാലാണ് ഈ വൃത്തിയാക്കി സ്വസ്ഥമായിട്ടൊന്ന് വീടുകളിലേക്കും അല്ലെങ്കിൽ എല്ലായിടങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയൂ. നിലവിൽ ഇപ്പോഴും വടക്കൻ കേരളത്തിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നു. അതിശക്തമായ മഴ പ്രതീക്ഷിക്കണം എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്.